ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന +2 ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ, കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്. ഇതിൽ ആദ്യകാല രാഷ്ട്രങ്ങളും സമ്പദ് വ്യവസ്ഥയും, ഏർലി സ്റ്റേറ്റ്സ് ആൻഡ് എക്കണോമിക്സ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം 600 BCE to 600 CE. ഇതിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പതനത്തിന് ശേഷം ഉയർന്നു വന്ന 16 മഹാജനപദങ്ങളും അതിൽ മഗധ ഒരു വൻ ശക്തിയായി വളർന്നു വരാനുള്ള കാരണങ്ങളും അവിടുത്തെ രാജവംശങ്ങളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും ഭരണക്രമത്തെ കുറിച്ചുമാണ് ഇതിൽ വിവരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് ചാപ്റ്റർ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പതനത്തിന് ശേഷമുള്ള 1500 വർഷങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഋഗ്വേദം രചിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. ഋഗ്വേദം വാസ് കമ്പോസ്ഡ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കാർഷിക അധിവാസ കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു. മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരു പുതിയ ശവ സംസ്കാര രീതി ഉദയം കൊണ്ടു. ശിലാനിർമ്മിതികളായ മഹാശിലകൾ, മഗാലിസ് അവയിലൊന്നാണ്. BCE 6-ാം നൂറ്റാണ്ടോടെ ആദ്യകാല രാജ്യങ്ങളും രാഷ്ട്രങ്ങളും സാമ്രാജ്യങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി. കാർഷികോൽപാദനത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടായി. പുതിയ നഗരങ്ങൾ പലതും രൂപം കൊണ്ടു. ഈ സംഭവ വികാസങ്ങളെ കൊത്തുലിഖിതങ്ങൾ, ഗ്രന്ഥങ്ങൾ, നാണയങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ചരിത്രകാരന്മാർ പുനർനിർണയിക്കുന്നത്. ഇൻസ്ക്രിപ്ഷൻസ്, ടെക്സ്റ്റ് ആൻഡ് കോയിൻസ്. നെക്സ്റ്റ്, മഹാശിലകൾ, മെഗാലിത്സിനെ കുറിച്ചാണ്. ശിലായുഗത്തിന് ശേഷം ദക്ഷിണേന്ത്യയിൽ ഉത്ഭവിച്ച സംസ്കാരത്തെയാണ് മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നത്. ശവകുടീരങ്ങൾക്ക് ചുറ്റുമായി വലിയ ശിലകൾ നാട്ടിയിരുന്നു. ഈ കുടീരങ്ങൾ മഹാശിലകൾ എന്നറിയപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ ഈ ശവസംസ്കാര രീതി ആരംഭിച്ചത് ഇരുമ്പു യുഗത്തിലാണെന്ന് കരുതപ്പെടുന്നു. മഹാശിലകൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളവരുടെ അസ്ഥികളോടൊപ്പം പാത്രങ്ങളും ഇരുമ്പ് ഉപകരണങ്ങളും കാണപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് ഒരു ഇരുമ്പു യുഗ സംസ്കാരമാണെന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത്. 1930-കളിൽ പുതിയ നാണയങ്ങളിലും കുത്തുലിഖിതങ്ങളിലും ഉപയോഗിക്കപ്പെട്ടിരുന്ന ബ്രഹ്മി, ഖരോഷ്ടി എന്നീ നിഗൂഢ ലിപികൾ ആദ്യമായി വായിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് പ്രിൻസപ്പാണ് ഈ ലിപികൾ ആദ്യമായിട്ട് വായിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മി, ഖരോഷ്ടി ലിപികൾ ആദ്യമായി വായിച്ചത് ആര്? ജെയിംസ് പ്രിൻസപ്പ്. ഈ ലിഖിതങ്ങളിൽ മിക്കവയും പ്രിയദർശി അല്ലെങ്കിൽ പ്രിയദർശി എന്നൊരു രാജാവിനെ പരാമർശിക്കുന്നതായി പ്രിൻസപ്പ് കണ്ടെത്തി. ഈ പ്രിയദർശി അശോക ചക്രവർത്തിയാണെന്ന് ചരിത്രകാരന്മാർ മനസ്സിലാക്കി. ബുദ്ധമത ഗ്രന്ഥങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്തപ്പോൾ ഇത് അശോക ചക്രവർത്തിയാണെന്ന് കണ്ടെത്തി. ഇത് ഇന്ത്യയുടെ പുരാതന രാഷ്ട്രീയ ചരിത്ര പഠനത്തിന് പുതിയൊരു ദിശാബോധം നൽകി. തുടർന്ന് ലിഖിതങ്ങളും വിവരണങ്ങളും രാജവംശങ്ങളുടെ ചരിത്ര പുനർനിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി. നെക്സ്റ്റ്, ആദ്യകാല രാഷ്ട്രങ്ങളെ കുറിച്ചാണ്. ദ ഏർലിയസ്റ്റ് സ്റ്റേറ്റ്സ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദ 16 മഹാജനപദാസ്, 16 മഹാജനപദങ്ങൾ. BCE 6-ാം നൂറ്റാണ്ട് പ്രാചീന ഇന്ത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഇറ്റ് വാസ് എ ഇമ്പോർട്ടൻറ്റ് ഇറ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. കാരണം ആദ്യകാല രാഷ്ട്രങ്ങളുടെ ഉദയമാണ് ഒന്നാമതായി പറയുന്നത്. മഹാജനപദങ്ങളുടെ രൂപീകരണം, റൈസ് ഓഫ് ദ ഏർലിയസ്റ്റ് സ്റ്റേറ്റ്. രണ്ടാമതായി പറയുന്നത് നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും ഉദയമാണ്, രണ്ടാം നഗരവൽക്കരണം. അടുത്തത് ഇരുമ്പിന്റെ വർദ്ധിച്ച ഉപയോഗം, ഗ്രോയിങ് ഓഫ് ദ റൈസ് ഓഫ് അയൺ. വനങ്ങൾ വെട്ടിത്തെളിക്കാൻ ഇത് സഹായിച്ചു. പുതിയ കാർഷികോപകരണങ്ങൾ കൃഷിയുടെ വ്യാപനത്തിന് കാരണമായി. ഇത് യോദ്ധാക്കളുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ഇരുമ്പിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി യോദ്ധാക്കളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും അവർ സാമ്രാജ്യത്തിന് വിസ്തൃതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് നാണയ വ്യവസ്ഥയുടെ വികാസം, ദ ഡെവലപ്മെന്റ് ഓഫ് ദ കോയിനേജ് സിസ്റ്റം. ഇത് വാണിജ്യത്തിന്റെ വികാസത്തിന് കാരണമായി. നെക്സ്റ്റ്, ബുദ്ധമതവും ജൈനമതവും രൂപം കൊണ്ടു. ദ ഒറിജിൻ ഓഫ് ദ ബുദ്ധ ആൻഡ് ജൈന റിലീജിയൻ. വൺസ് അഗൈൻ ആദ്യകാല രാഷ്ട്രങ്ങളുടെ ഉദയം, നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും ഉദയം, ഇരുമ്പിന്റെ വർദ്ധിച്ച ഉപയോഗം, നാണയവ്യവസ്ഥയുടെ വികാസം, ബുദ്ധമതവും ജൈനമതവും രൂപം കൊണ്ടത്. ഇത്രയും കാരണങ്ങളാണ് BCE 6-ാം നൂറ്റാണ്ടിൽ
ചരിത്രത്തിൽ പ്രാധാന്യം കൊടുക്കാനുണ്ടായ കാരണങ്ങൾ. നെക്സ്റ്റ് മഹാജനപദങ്ങളെ കുറിച്ചാണ്. BC 6-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ അനേക സ്വതന്ത്ര രാജ്യങ്ങൾ രൂപം കൊണ്ടു. അംഗം, മഗധം, വജ്ജി, കാശി, മല്ലം, കോസലം, അസ്മക, അവന്തി, വത്സം, ചേതി, പാഞ്ചാലം, സുരസേന, മത്സ്യം, കുരു, ഗാന്ധാരം, കംബോജ എന്നിവയായിരുന്നു അവ. ഇതിൽ മഗധം, വജ്ജി, കോസല, അവന്തി, കുരു, ഗാന്ധാരം, കംബോജ എന്നിവയായിരുന്നു പ്രധാനപ്പെട്ടവ. ദീസ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദി 16 മഹാജനപദാസ്. ബുദ്ധമത ഗ്രന്ഥങ്ങളായ അംഗുത്തര നികായവും ജൈനമത ഗ്രന്ഥങ്ങളായ ഭഗവത് സൂത്രവും വാക്യപ്രജാപതിയിലും ഈ 16 മഹാജനപദങ്ങളെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ മഹാജനപദങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഭഗവത് സൂത്രവും അംഗുത്തര നികായവും വാക്യപ്രജാപതിയും. അപ്പോൾ ഈ 16 മഹാജനപദങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മാപ്പിൽ അടയാളപ്പെടുത്താൻ ചോദിക്കാം. നെക്സ്റ്റ്, ദ ഫീച്ചേഴ്സ് ഓഫ് ദ മഹാജനപദാസ്. മഹാജനപദങ്ങളുടെ പ്രത്യേകതകളാണ്. മിക്ക മഹാജനപദങ്ങളുടെ രാജവാഴ്ചയാണ് ഉണ്ടായിരുന്നത്. മോസ്റ്റ് ഓഫ് ദ മഹാജനപദാസ് വാസ് റൂൾഡ് ബൈ ദ കിങ്സ്. ചില മഹാജനപദങ്ങളിൽ ജനപ്രതിനിധികളുടെ ഭരണം, ദ ഒളിഗാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഉണ്ടായിരുന്നത്. ഇറ്റ്സ് റൂൾഡ് ബൈ ഇൻഫ്ലുവൻഷ്യൽ ക്ലാസ് ഇൻ ദ സൊസൈറ്റി. ഇവയെ ഗണങ്ങൾ അഥവാ സംഘങ്ങൾ എന്ന് വിളിക്കുന്നു. രാജാക്കന്മാർ എന്നാണ് ഇവിടെ ഭരിച്ചിരുന്നവരെ പൊതുവായി വിളിച്ചിരുന്നത്. ഓരോ മഹാജനപദത്തിനും ഒരു തലസ്ഥാനം ഉണ്ടായിരുന്നു. അവയെ കോട്ട കെട്ടി സംരക്ഷിച്ചിരുന്നു. മഹാജനപദങ്ങൾ ഒരു സ്ഥിര സൈന്യത്തെ നിലനിർത്തിയിരുന്നു. ഈച്ച് മഹാജനപദാസ് ഹാവ് ഇറ്റ്സ് ഓൺ ആർമി. നെക്സ്റ്റ്, BC 6-ാം നൂറ്റാണ്ട് മുതൽ ബ്രാഹ്മണർ ധർമ്മസൂത്രങ്ങൾ എന്നറിയപ്പെടുന്ന സംസ്കൃത ഗ്രന്ഥങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും ബാധകമായ നിയമങ്ങളായിരുന്നു ഇത്. കർഷകരിൽ നിന്നും കൈത്തൊഴിലാളികളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും കപ്പവും നികുതിയും പിരിച്ചിരുന്നു. നെക്സ്റ്റ്, ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അവരുടെ ഗോത്രങ്ങളോടല്ല പകരം ജനപദങ്ങളോടായിരുന്നു വിധേയമുണ്ടായിരുന്നത്. നെക്സ്റ്റ്, മഹാജനപദങ്ങളെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ മഗധയെ കുറിച്ചാണ്. 16 മഹാജനപദങ്ങളിൽ ഒന്നാമൻ, ഫസ്റ്റ് എമംഗ് ദി 16. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മഗധ ബിഗ ഇമ്പോർട്ടൻറ്റ് എമംഗ് ദി 16 മഹാജനപദാസ്. 16 മഹാജനപദങ്ങളിൽ മഗധ ഒരു വൻ ശക്തിയായി വളർന്നു വരാനുള്ള കാരണങ്ങൾ എന്ത്? ഇത് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. BC 6-ാം നൂറ്റാണ്ടിൽ പരമാധികാരത്തിന് വേണ്ടി മഹാജനപദങ്ങൾ തമ്മിൽ നടന്ന പോരാട്ടത്തിന്റെ അന്തിമ വിജയം മഗധയ്ക്കായിരുന്നു. 16 മഹാജനപദങ്ങൾ ഒന്നാമനായി മഗധ വളർന്നു വന്നു. ഇന്നത്തെ ബീഹാറിലെ പാറ്റ്ന, ഗയ എന്നീ ജില്ലകൾ ഉൾപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കേട്ടോ മഗധ. പ്രതിയോഗികളെ കീഴടക്കി മഗധ വൻ ശക്തിയായി വളർന്നു വരാൻ മഗധയെ സഹായിച്ച നിരവധി കാരണങ്ങളുണ്ട്. അപ്പൊ ആ കാരണങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഫലഭൂയിഷ്ഠമായൊരു പ്രദേശമായിരുന്നു മഗധ. മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ. അവിടുത്തെ എക്കൽമണ്ണ് കൃഷിയുടെ വളർച്ചയെ സഹായിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് വ്യാപാരത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. കൂടാതെ ധാരാളം ഇരുമ്പ് ഖനികൾ, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങൾ ധാരാളം ഇരുമ്പ് ഖനികൾ ഉണ്ടായിരുന്നു. ഇത് മേൽത്തര ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ സഹായിച്ചു. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആർമി അവർക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞു. കൂടാതെ മഗധൻ സൈന്യത്തിന്റെ പ്രധാന ഭാഗമായിരുന്ന ആനകൾ അവിടുത്തെ വനങ്ങളിൽ സുലഭമായിരുന്നു. ഇത് കോട്ടകൾ തകർക്കാനും ചതുപ്പുനിലങ്ങളിലൂടെ മുന്നേറാനും സൈന്യത്തെ സഹായിച്ചു. അന്ന് മഗധൻ സൈന്യത്തിൽ മാത്രമാണ് ആനകൾ ഉണ്ടായിരുന്നത്. കൂടാതെ ഗംഗയും അതിന്റെ പോഷക നദികളും, ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്, കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാനും വിനിമയത്തിനും ജനങ്ങളെ സഹായിച്ചു. ഗംഗയും അതിന്റെ പോഷക നദികളും. മഗധയുടെ ആദ്യത്തെ തലസ്ഥാനം രാജഗൃഹമായിരുന്നു. പിന്നത്തെ തലസ്ഥാനം പാട്ലിപുത്രമായിരുന്നു. ഇത് രണ്ടും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജഗൃഹം 5 കുന്നുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇത് പുറമേ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി. കൂടാതെ ഫൈനലി മഗധൻ ഭരണാധികാരികളായിരുന്ന ബിംബിസാരന്റെയും അജാതശത്രുവിന്റെയും നന്ദവംശത്തിലെ മഹാപത്മനന്ദന്റെയും ഭരണനയങ്ങൾ മഗധ ശക്തമായൊരു രാജ്യമായി വളർന്നു വരാൻ കാരണമായി.
ബുദ്ധ ജൈനമത ഗ്രന്ഥകർത്താക്കൾ ഇങ്ങനെയാണ് പറയുന്നത്. മൗര്യൻ ഭരണാധികാരികളായിരുന്ന ബിംബിസാരന്റെയും അജാതശത്രുവിന്റെയും മഹാപത്മനന്ദന്റെയും ഭരണത്തിൻ കീഴിൽ മഗധ ഒരു വൻ ശക്തിയായി വളർന്നു വന്നു. മഗധയിലെ ആദ്യത്തെ ഭരണാധികാരി ബിംബിസാരനായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ മകനായ അജാതശത്രു ഭരണത്തിലേറി. അദ്ദേഹവും മഗധയെ ഒരു പരമാധികാര ശക്തിയാക്കി തീർത്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ വളരെ ദുർബലരായിരുന്നു. മഹാപത്മനാഭന്റെ നേതൃത്വത്തിലുള്ള നന്ദന്മാർ അവരെ സ്ഥാനഭ്രഷ്ടരാക്കി അധികാരം പിടിച്ചെടുത്തു. നന്ദന്മാരും മഗധയെ ശക്തമായൊരു രാജ്യമാക്കി വളർത്തിയെടുത്തു. BCE 326 ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിലേറി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുകയുണ്ടായി. നെക്സ്റ്റ് മൗര്യന്മാരെ കുറിച്ചാണ്. മൗര്യന്മാർ ഒരു ആദ്യകാല സാമ്രാജ്യം, ഏർലി എംപയർ, ദി മൗര്യ. മൗര്യൻ ഡൈനാസ്റ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റി ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. മൗര്യ സാമ്രാജ്യത്തിന്റെ ഉദയത്തോടെ മഗധയുടെ വളർച്ച അതിൻ്റെ പാരമ്യത്തിലെത്തി. ഇന്ത്യ ചരിത്രത്തിലെ ഒരു പുതിയ കാലഘട്ടമായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ ഉദയം. പുരാതന ഇന്ത്യയിലെ ഏറ്റവും ശക്തവും വിപുലമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു മൗര്യ സാമ്രാജ്യം. BCE 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ മൗര്യ ഡൈനാസ്റ്റി? ചന്ദ്രഗുപ്ത മൗര്യൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. തൻ്റെ അധികാരം അഫ്ഗാനിസ്ഥാനിലേക്കും ബലൂചിസ്ഥാനിലേക്കും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. വിപുലമായ ഒരു സാമ്രാജ്യം അദ്ദേഹം പടുത്തുയർത്തി. അദ്ദേഹത്തിന്റെ പിൻഗാമികളായ ബിന്ദുസാരന്റെയും അശോകന്റെയും കീഴിൽ ഈ സാമ്രാജ്യം വിപുലമായി വാസ്റ്റ് ആൻഡ് വൈഡായി മാറി. ഈ മൗര്യന്മാരുടെ ചരിത്രത്തിന്റെ സ്രോതസ്സുകൾ. ദ സോഴ്സ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് മൗര്യ. ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണ് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് എന്നാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ ചരിത്രം പുനർനിർമ്മിക്കാൻ ചരിത്രകാരന്മാർ വിവിധ സ്രോതസ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പുരാവസ്തുപരമായ തെളിവുകൾ, ഗ്രന്ഥങ്ങൾ, ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവർ ഉപയോഗിച്ചു. ഇതിൽ പ്രധാന സ്രോതസ് മെഗസ്തനീസിന്റെ ഇന്ത്യക്കയാണ്. ഗ്രീക്ക് ട്രാവലറായ മെഗസ്തനീസ് എഴുതിയ ഇന്ത്യക്ക. ഇതിൽ നിന്ന് മൗര്യൻ സൊസൈറ്റിയെ കുറിച്ച്, എക്കണോമിയെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, മെഗസ്തനീസിന്റെ ഇന്ത്യക്ക. അടുത്തതായിട്ട് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. ചന്ദ്രഗുപ്ത മൗര്യന്റെ മിനിസ്റ്റർ ആയിരുന്ന കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്ന് മൗര്യ ഭരണത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. കൂടാതെ ബുദ്ധ ജൈനമത പുരാണ സാഹിത്യങ്ങൾ. പിന്നെ വിശാഖദത്തൻ എഴുതിയ മുദ്രാരാക്ഷസം എന്ന നാടകം. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ ശില്പങ്ങൾ, നാണയങ്ങൾ, കുത്തുലിഖിതങ്ങൾ എന്നിവ. അശോകന്റെ കാലത്ത് കല്ലുകളിലും തൂണുകളിലും എഴുതപ്പെട്ട ലിഖിതങ്ങൾ ഏറ്റവും വിലപിടിപ്പുള്ള സ്രോതസ്സുകളാണ്. തന്റെ പ്രജകൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള സന്ദേശങ്ങൾ ശിലകളിലും തൂണുകളിലും ഗുഹകളിലും കുത്തിവെച്ച ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു അശോകൻ. അപ്പൊ ഏതെല്ലാം സ്രോതസ്സുകളാണ്? മെഗസ്തനീസിന്റെ ഇന്ത്യക്ക, കൗടില്യന്റെ അർത്ഥശാസ്ത്രം, ബുദ്ധ ജൈനമത പുരാണങ്ങൾ, വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം, ശില്പങ്ങൾ, നാണയങ്ങൾ, കുത്തുലിഖിതങ്ങൾ എന്നിവ. മെഗസ്തനീസിന്റെ ഇന്ത്യക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ധർമ്മനയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ഈ ശിലാലിഖിതങ്ങൾ ഉപയോഗിച്ചത്. അശോകന്റെ ശിലാലിഖിതങ്ങൾ ഭൂരിഭാഗവും പ്രാകൃത ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. പ്രാകൃത ഭാഷയിലുള്ള ശിലാലിഖിതങ്ങളിലധികം ബ്രഹ്മി, ഖരോഷ്ടി ലിപികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷനാണ് എപ്പിഗ്രാഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് അശോകനും അദ്ദേഹത്തിന്റെ ധർമ്മനയവും. അശോക ആൻഡ് ധർമ്മ, അദ്ദേഹത്തെ റിലീജിയസ് പോളിസിയാണ് ധർമ്മ അല്ലെങ്കിൽ ധമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൗര്യ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനും പ്രശസ്തനും പ്രഗത്ഭനുമായ ചക്രവർത്തിയാണ് അശോകൻ. കലിംഗ യുദ്ധവും അതേ തുടർന്നുണ്ടായ ബുദ്ധമത പരിവർത്തനവുമാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന സംഭവം. BC 261 രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിനൊടുവിലാണ് അദ്ദേഹം കലിംഗ, ഇന്നത്തെ ഒറീസ, കീഴടക്കിയത്. കലിംഗ യുദ്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. കലിംഗ യുദ്ധത്തിൽ ധാരാളം ജനങ്ങൾ കൊല്ലപ്പെട്ടു. യുദ്ധത്തിന്റെ കെടുതികളും യാതനകളും അദ്ദേഹത്തെ ദുഃഖിതനാക്കി. അതോടെ അശോകൻ സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചു.
യുദ്ധം ജയിച്ചതിന് ശേഷം ആക്രമണം അവസാനിപ്പിച്ച ചരിത്രത്തിലെ ഏക രാജാവാണ് അശോകൻ. കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ ധർമ്മ അഥവാ ധമ്മ എന്ന നയം സ്വീകരിച്ചു. ഇതൊരു മതവിശ്വാസമോ അനുഷ്ഠാനമോ ഒന്നുമല്ല, ഒരു ബുദ്ധമത തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയാണ്. അശോക ആക്സെപ്റ്റ് ദ ബുദ്ധിസ്റ്റ് റിലീജിയൻ. ചില തത്വങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു തത്വസംഹിതയായിരുന്നു ഇത്. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുക, റെസ്പെക്ട് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, അടിമകളോടും പരിചാരകരോടും ദയാപൂർവ്വം പെരുമാറുക, ബ്രാഹ്മണർ, തപസ്സികൾ, പാവങ്ങൾ എന്നിവരോട് ഉദാരത കാണിക്കുക, മറ്റുള്ളവരുടെ മതങ്ങളെയും പാരമ്പര്യത്തെയും ആദരിക്കുക, അഹിംസ നോൺ വയലൻസ്, ജീവനുള്ള ഒന്നിനെയും കൊല്ലരുത്, ലാസ്റ്റ് സത്യസന്ധതയും വിശ്വാസവും കാത്തു സൂക്ഷിക്കുക. ഇൻ ഷോർട്ട്, സഹിഷ്ണുത, അഹിംസ, പ്രജാക്ഷേമ എന്നിവയ്ക്കായിരുന്നു ഇതിൽ പ്രാധാന്യം നൽകിയിരുന്നത്. തന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനായി അശോകൻ ധർമ്മ മഹാമാത്രന്മാർ എന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ധർമ്മ മഹാമാത്രന്മാർ, തന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ അശോകൻ നിയമിച്ച ഉദ്യോഗസ്ഥരാണ് ധർമ്മ മഹാമാത്രന്മാർ. കൂടാതെ തന്റെ വീക്ഷണങ്ങൾ ശിലാശാസനങ്ങളിലും അദ്ദേഹം കുത്തിവെച്ചു. ഇത് പ്രചരിപ്പിക്കാനായി ശ്രീലങ്കയിലേക്ക് തന്റെ മക്കളെ പോലും അദ്ദേഹം അയക്കുകയുണ്ടായി. നെക്സ്റ്റ്, സാമ്രാജ്യ ഭരണത്തെ കുറിച്ചാണ്. ഭരണ സമ്പ്രദായം, അഡ്മിനിസ്ട്രേഷൻ ഓഫ് മൗര്യ എംപയർ. മൗര്യന്മാർ വിപുലമായ ഒരു ഭരണ സംവിധാനം ആവിഷ്കരിച്ചു. മൗര്യ സാമ്രാജ്യം വളരെ വിസ്തൃതമായിരുന്നു. ഇത്തരം ഒരു സാമ്രാജ്യത്തിൽ ഏകീകൃതമായ ഒരു ഭരണ സംവിധാനം സ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ സാമ്രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ഭരണ സംവിധാനമാണ് മൗര്യന്മാർ കൊണ്ടുവന്നത്. മൗര്യ സാമ്രാജ്യത്തിൽ 5 പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ സെന്റേഴ്സ്. ഇതിലൊന്ന് പാടലിപുത്ര, അവരുടെ തലസ്ഥാനമായ പാടലിപുത്രം, തോശാലി, തക്ഷശില, ഉജ്ജയിനി, സുവർണഗിരി എന്നിവയായിരുന്നു അവ. തലസ്ഥാനമായ പാടലിപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ഇനി ഫീച്ചേഴ്സ് ഓഫ് ദ മൗര്യ അഡ്മിനിസ്ട്രേഷൻ. മൗര്യന്മാരുടെ ഭരണ സംവിധാനം അത്യന്തം കേന്ദ്രീകൃതമായിരുന്നു. രാജാവായിരുന്നു രാജ്യത്തിന്റെയും ഭരണ സംവിധാനത്തിന്റെയും ഭരണാധികാരി. കിം വാസ് ദ സുപ്രീം അതോറിറ്റി. കാര്യനിർവഹണ, സൈന്യ, നിയമവ്യവസ്ഥയും അദ്ദേഹം കൈകാര്യം ചെയ്തു. മന്ത്രിപരിഷത്ത് എന്ന മന്ത്രിമാരുടെ ഒരു ഉപദേശക സമിതി രാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നു. ഭരണ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥ വൃന്ദത്തെ രൂപീകരിച്ചു. ഒരു ചാര സമ്പ്രദായവും മൗര്യന്മാർ നിലനിർത്തിയിരുന്നു, മികച്ചൊരു സ്പൈ ഗ്രൂപ്പ്. നെക്സ്റ്റ്, അവരുടെ പ്രവിശ്യ ഭരണത്തെ കുറിച്ചാണ്. അവരുടെ പ്രാദേശിക ഭരണത്തെക്കുറിച്ച്, പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. സാമ്രാജ്യത്തെ 4 പ്രവിശ്യകളാക്കി തരംതിരിച്ചിരുന്നു. ഓരോ പ്രവിശ്യയും ഒരു ഗവർണർമാരുടെയും വൈസ്രോയുടെയും കീഴിലായിരുന്നു. ഇത് മിക്കവാറും രാജകുമാരന്മാർ തന്നെയാണ് ഈ പദവി വഹിച്ചിരുന്നത്. പ്രവിശ്യകൾ ജില്ലകളാക്കി തരംതിരിച്ചിരുന്നു. ജില്ലയുടെ തലവൻ സ്ഥാനിക എന്നറിയപ്പെട്ടു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥാനിക, ജില്ലയുടെ തലവൻ സ്ഥാനിക എന്നറിയപ്പെട്ടു. ഭരണ സംവിധാനത്തിലെ ഏറ്റവും ചെറിയ ഘടകം ഗ്രാമങ്ങളായിരുന്നു. ഗ്രാമത്തലവൻ ഗ്രാമിക എന്നറിയപ്പെട്ടു. നെക്സ്റ്റ്, അവരുടെ സിറ്റി അഡ്മിനിസ്ട്രേഷൻ ആണ്. നഗരങ്ങളുടെ ഭരണത്തിനായി പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു. 30 അംഗങ്ങളുടെ ഒരു കൗൺസിലാണ് പാടലിപുത്രം ഭരിച്ചിരുന്നത്. 5 അംഗങ്ങൾ വീതമുള്ള 6 സമിതികളാക്കി ഈ കൗൺസിലിനെ തരംതിരിച്ചിരുന്നു. അവരുടെ ചുമതലകളാണ് താഴെ പറയുന്നത്. 1ാമത്തെ സമിതിക്ക് പൊതു ശുചിത്വത്തിന്റെ ചുമതലയായിരുന്നു. 2ാമത്തെ വിദേശികളെ ശ്രദ്ധിച്ചു പോന്നു. 3ാമത്തെ ജനന മരണ കണക്കുകൾ, രജിസ്ട്രേഷൻ ഓഫ് ദ ബർത്ത് ആൻഡ് ഡെത്ത്. 4ാമത്തേത് അളവ് തൂക്കങ്ങളുടെ നിയന്ത്രണം. 5 ഉൽപ്പാദിപ്പിക്കേണ്ട സാധനങ്ങൾ പരിശോധിച്ചു, ക്വാളിറ്റിയുടെ ചെക്കിംഗ് ആയിരുന്നു. 6ാമത്തെ വകുപ്പിന്റെ ചുമതല നികുതി പിരിവ്, ടാക്സ് കളക്ഷൻ ആയിരുന്നു. നെക്സ്റ്റ്, മൗര്യ സാമ്രാജ്യത്തിലെ മിലിറ്ററി റിഫോംസിനെ കുറിച്ചാണ്, സൈനിക സംവിധാനത്തെ കുറിച്ചാണ്. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആർമി മൗര്യന്മാർക്കുണ്ടായിരുന്നു. സൈന്യത്തിന്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായിരുന്നു. മൗര്യ സൈനിക സംവിധാനങ്ങൾ 6 വിഭാഗമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കരസേന, ആർമി, അശ്വസേന, ഗജസേന, തേര്, നാവികസേന,
ഗതാഗത, ട്രാൻസ്പോർട്ട് എന്നിവയായിരുന്നു അവ. ഗ്രീക്ക് സ്രോതസ്സുകൾ അനുസരിച്ച് മൗര്യൻ സൈന്യത്തിൽ 60,000-ലേറെ കാലാൾപ്പടകളും 30,000-ലേറെ കുതിരകളും 50,000 ആനകളും ഉണ്ടായിരുന്നു. സൈനിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് 6 ഉപസമിതികളുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു എന്ന് മെഗസ്തനീസ് തന്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യ ഉപസമിതിക്ക് നാവികസേനയുടെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടമായിരുന്നു. രണ്ടാമത്തെ ഗതാഗതവും ഭക്ഷണ സാമഗ്രികളുടെ മേൽനോട്ടമായിരുന്നു. മൂന്നാമത്തെ സമിതിക്ക് കാലാൾപ്പടയുടെ ചുമതല, 4 അശ്വസേനയെ നിയന്ത്രിച്ചു, 5 തേരുകളുടെ ചുമതല, 6 ആനകളുടെ പരിപാലനവും നിയന്ത്രണവും. സൈനിക സംവിധാനത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലൂടെയാണ്. മൗര്യ സൈന്യത്തിൽ ആനകൾ ഒരു പ്രധാന ഭാഗമായിരുന്നു. നെക്സ്റ്റ്, മൗര്യൻ ഭരണത്തിലെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ചാണ്. മൗര്യന്മാർ ഒരു നിയമവ്യവസ്ഥ നിലനിർത്തിയിരുന്നു. അതിന്റെ പരമാധികാരി രാജാവായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു പരമോന്നത കോടതി. സിവിൽ, ക്രിമിനൽ കോഡുകൾ കൈകാര്യം ചെയ്യാൻ രാജ്യത്തുടനീളം കോടതികൾ സ്ഥാപിച്ചു. ചെറിയ കുറ്റങ്ങൾക്ക് പിഴശിക്ഷയും വലിയ കുറ്റങ്ങൾക്ക് വധശിക്ഷയും നൽകിയിരുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് നികുതി വ്യവസ്ഥയെ കുറിച്ചാണ്. മൗര്യ സാമ്രാജ്യത്തിലെ നികുതി വ്യവസ്ഥയെ കുറിച്ചാണ്. സർക്കാർ ധാരാളം നികുതികൾ ഈടാക്കിയിരുന്നു. ഭൂനികുതിയായിരുന്നു ഇതിൽ പ്രധാന വരുമാന മാർഗം. ഖനന ലൈസൻസുകൾ, ഇറക്കുമതി, കയറ്റുമതി, ചുങ്കങ്ങൾ എന്നിവയും രാജ്യത്തിന്റെ വരുമാന മാർഗങ്ങളായിരുന്നു. ഖനനം, മദ്യവ്യാപാരം, ആയുധ നിർമ്മാണം തുടങ്ങിയവയുടെ കുത്തക സർക്കാരിനായിരുന്നു. ഇത് സർക്കാരിന്റെ വരുമാനം വൻതോതിൽ വർദ്ധിപ്പിച്ചു. ഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിക്കാനും ഗവൺമെന്റ് മുൻകൈയെടുത്തു. നെക്സ്റ്റ്, മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ചരിത്രത്തിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചപ്പോൾ മൗര്യ സാമ്രാജ്യത്തിന്റെ ഉദയത്തെ ഇന്ത്യ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ടാണ് ചരിത്രകാരന്മാർ കണക്കാക്കിയിരുന്നത്. ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ വിശാലത ആദ്യകാല ചരിത്രകാരന്മാരെ അമ്പരിപ്പിക്കുകയുണ്ടായി. മൗര്യന്മാരുടെ കാലത്ത് ശിലാലിഖിതങ്ങളും കരിങ്കൽ ശില്പങ്ങളും ഉജ്ജ്വലമായ ഒരു ഭരണത്തിന്റെ ഉദാഹരണങ്ങളാണ്. അശോക ശാസനങ്ങളിലെ സന്ദേശങ്ങൾ അശോകൻ കഴിവുറ്റ ഭരണാധികാരിയാണെന്ന് തെളിയിക്കുന്നു. എന്നാൽ ചില ചരിത്രകാരന്മാർ ഇന്ത്യ ചരിത്രത്തിലെ ചെറിയൊരു കാലം മാത്രമായി മൗര്യ കാലഘട്ടത്തെ കണക്കാക്കുന്നു. ഉപഭൂഖണ്ഡത്തിൽ ആകമാനം വ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നവർ വാദിക്കുന്നു. രാജ്യത്തിനകത്ത് ഒരേ നിയന്ത്രണമായിരുന്നില്ല. തുടർന്ന് BC 2-ാം നൂറ്റാണ്ടോടെ രാജ്യത്ത് നിരവധി മൂപ്പൻ വാഴ്ചകളും രാജ്യങ്ങളും നിലവിൽ വന്നു. പോസ്റ്റ് മൗര്യ പീരീഡിനെ കുറിച്ചാണ്. മൗര്യാനന്തര കാലം. മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഗ്രീക്കുകാർ, ശാകന്മാർ, പാർത്ഥിയന്മാർ, കുഷാണന്മാർ എന്നിവർ കൈയടക്കി. ഗംഗാ സമതല സുങ്കന്മാരും കണ്ണന്മാരും പിടിച്ചെടുത്തു. ഒറീസയിൽ ചേതി വംശ അധികാരത്തിലേറി. ദഖാന്റെ ഭരണം ശതവാഹനന്മാരും കയ്യിലാക്കി. ഇനി തെക്കൻ ദേശങ്ങളിലെ രാജാക്കന്മാരെ കുറിച്ചാണ്. ദി കിങ്സ് ഇൻ ദ സൗത്ത്. ഈ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിലുണ്ടായ രാജാക്കന്മാരെ കുറിച്ചാണ്. BC 200-നും BC 300-നും ഇടയിൽ ദക്ഷിണേന്ത്യയിലെ നിരവധി പുതിയ രാജ്യങ്ങൾ ഉയർന്നു വരികയുണ്ടായി. തമിഴത്തെ ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങൾ ഇതിൽ പ്രധാനമാണ്. ഈ 3 രാജ്യങ്ങളും ഭരണാധികാരികളെ മൂവേന്തർ എന്നാണ് വിളിച്ചിരുന്നത്. ഇതിന്റെ സോഴ്സുകൾ, ഏതിൽ നിന്നെല്ലാമാണ് ഇവയെ കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത് എന്നാണ്. സംഘകൃതികൾ, അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങൾ, ഗ്രീക്ക് രേഖകൾ, ശതവാഹനന്മാർ, ശാകന്മാർ എന്നിവർ ദീർഘദൂര വ്യാപാരത്തിലൂടെ വരുമാനം ഉണ്ടാക്കിയിരുന്നു എന്ന് ഈ സ്രോതസ്സുകളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ചേര, ചോള, പാണ്ഡ്യന്മാരെ കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്ന സംഘകൃതികളിൽ നിന്ന്, അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ നിന്നും ഗ്രീക്ക് രേഖകളിൽ നിന്നുമെല്ലാമാണ്. നെക്സ്റ്റ്, ഡിവൈൻ കിങ്സ്, ദിവ്യ രാജാക്കന്മാരെ കുറിച്ചാണ്. രാജാക്കന്മാർ ഉന്നത പദവി കൈവരിക്കാനായി ദൈവത്തിന്റെ പ്രതിപുരുഷനാവുക എന്ന തന്ത്രം പ്രയോഗിച്ചിരുന്നു. റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഒരു സർട്ടൻ പോളിസിയാണ് അവർ അഡോപ്റ്റ് ചെയ്തത്. ഇത് നന്നായി ഉപയോഗിച്ച് കുഷാണ രാജാക്കന്മാരായിരുന്നു. മധ്യേഷ്യൻ ഗോത്ര വിഭാഗത്തിൽ പെട്ടവരായിരുന്നു കുഷാണന്മാർ. കുഷാണ രാജവംശത്തിലെ വിഖ്യാതനായ രാജാവ് കനിഷ്കനായിരുന്നു. ശിലാശാസന, ഗ്രന്ഥ എന്നിവയിൽ നിന്ന്
എന്നിവയിൽ നിന്നും നാണയങ്ങളിൽ നിന്നും ശില്പങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് ഇവരെ കുറിച്ച് കുഷാന രാജാക്കന്മാരെ കുറിച്ച് മനസ്സിലാക്കാം. ഉത്തർപ്രദേശിലെ മാട്ട് ദേവാലയത്തിൽ കുഷാന രാജാക്കന്മാരുടെ ഭീമാകാരമായ പ്രതിമയുണ്ട്. ഇത് അവരെ ദൈവതുല്യരാണെന്ന് കരുതാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചാണെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. കുഷാന രാജാക്കന്മാർ ഭൂരിപക്ഷം ദേവപുത്ര എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നു. ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് യാഗങ്ങൾ നടത്തിയും പ്രതിമകൾ നിർമ്മിച്ച് ദേവപുത്ര എന്ന വിശേഷണങ്ങൾ സ്വീകരിച്ചു പ്രശസ്തികൾ രചിച്ച് രാജാക്കന്മാർ ഉന്നത പദവി അവകാശപ്പെട്ടു. റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് തങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഇതൊക്കെ ചെയ്തത്. ആളുകൾ തങ്ങളെ ദൈവത്തെ പോലെ കരുതണം എന്നവർ ആഗ്രഹിച്ചു. ഗുപ്ത സാമ്രാജ്യം, ദി ഗുപ്ത എംപയർ. മൗര്യ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം 4ാം നൂറ്റാണ്ടോടെ ഉയർന്നു വന്ന ഒരു വലിയ സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് മൗര്യ. നാണയങ്ങൾ, ശിലാശാസനങ്ങൾ, സാഹിത്യം, പ്രശസ്തികൾ എന്നിവയെല്ലാം ഗുപ്ത രാജാക്കന്മാരുടെ ചരിത്രം പുനർനിർണയിക്കാൻ നമ്മളെ സഹായിക്കുന്ന രേഖകളാണ്. സംസ്കൃത ഭാഷയിൽ ഹരിസേനൻ രചിച്ചിട്ടുള്ള പ്രയാഗ പ്രശസ്തി ആണ് ഗുപ്ത കാലഘട്ടത്തെ കുറിച്ച് വിവരം നൽകുന്ന പ്രധാന സോഴ്സ്. അലഹബാദ് പില്ലാർ ഇൻസ്ക്രിപ്ഷൻ ചില ബൗദ്ധിക നേട്ടങ്ങൾ അധികാരത്തിലേക്ക് ഉയർന്നു വരാൻ അവരെ സഹായിച്ചു. അവരുടെ പ്രവർത്തന കേന്ദ്രം ബീഹാർ, ഉത്തർപ്രദേശുമായിരുന്നു. ഇത് വളരെ ഫലഭൂയിഷ്ടമായിരുന്നു. ധാരാളം ഇരുമ്പുഖനികൾ ബീഹാറിലുണ്ടായിരുന്നു. പട്ടുപാതയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടും അവരുടെ വളർച്ചയെ സഹായിക്കുകയുണ്ടായി. മഗധ, അയോധ്യ, പ്രയാഗ്, ഗംഗാ സമതല എന്നീ പ്രദേശങ്ങളിൽ ആകമാനം തങ്ങളുടെ ഭരണം സ്ഥാപിക്കാൻ ഗുപ്ത രാജാക്കന്മാർക്ക് കഴിഞ്ഞു. ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ശ്രീഗുപ്തനാണ്. ഗുപ്ത സാമ്രാജ്യത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാജാവ് ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു. ആക്രമണങ്ങളിലൂടെയും വിവാഹ ബന്ധങ്ങളിലൂടെയും അദ്ദേഹം തന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. അദ്ദേഹം ഗുപ്ത ഇറ സ്ഥാപിക്കുകയുണ്ടായി. ചന്ദ്രഗുപ്തൻ ഒന്നാമന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ സമുദ്രഗുപ്തൻ അധികാരത്തിലേറി. അദ്ദേഹത്തിന്റെ ആക്രമണങ്ങളും നേട്ടങ്ങളും അലഹബാദ് സ്തംഭലിഖിതത്തിൽ വിവരിച്ചിട്ടുണ്ട്. അലഹബാദ് പില്ലാർ ഇൻസ്ക്രിപ്ഷൻ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അലഹബാദ് പില്ലാർ ഇൻസ്ക്രിപ്ഷൻ സമുദ്രഗുപ്തനെ കുറിച്ച് വിവരിക്കുന്ന ഒരു ചരിത്ര രേഖയാണ്. യുദ്ധവീരന് ആക്രമണകാരിയുമായിരുന്ന അദ്ദേഹത്തെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കുന്നു. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. പല എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യൻ നെപ്പോളിയൻ. സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമുദ്രഗുപ്തന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അധികാരത്തിലേറി. വിക്രമാദിത്യൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അദ്ദേഹം കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ രാജസദസ്സിൽ നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന 9 കവികളുടെ ഒരു പണ്ഡിത സദസ്സുണ്ടായിരുന്നു. കാളിദാസൻ ഇതിൽ വളരെ പ്രധാനിയായിരുന്നു. ചൈനീസ് തീർത്ഥാടകനായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലത്താണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത്, ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ആരെ കാലത്താണ്? ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ. അദ്ദേഹത്തിന്റെ മകനായ കുമാരഗുപ്തൻ അദ്ദേഹത്തെ തുടർന്ന് അധികാരത്തിലേറി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആണ് ഹൂണന്മാർ ഗുപ്ത സാമ്രാജ്യം ആക്രമിക്കുന്നത്. കുമാരഗുപ്തന്റെ മകനായ സ്കന്ദഗുപ്തൻ ഹൂണന്മാരുടെ ആക്രമണത്തെ തടഞ്ഞു. ഗുപ്ത സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു സ്കന്ദഗുപ്തൻ. അദ്ദേഹത്തിന്റെ മരണത്തോടെ സാമ്രാജ്യം ക്ഷയിക്കാൻ തുടങ്ങി. പ്രവിശ്യകൾ പലതും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരെ പറ്റി ജനങ്ങൾക്കുണ്ടായിരുന്ന ധാരണകൾ മനസ്സിലാക്കാൻ ജാതക കഥകളും പഞ്ചതന്ത്ര കഥകളുമാണ് ചരിത്രകാരന്മാരെ സഹായിച്ചത്. പാലി ഭാഷയിലാണ് ജാതക കഥകൾ എഴുതപ്പെട്ടത്. ജനങ്ങളുടെ മേൽ കനത്ത നികുതി ചുമത്തിയിരുന്നു. ഇത് കൂടുതലായി കൃഷിക്കാരുടെയാണ് ബാധിച്ചത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ 2 തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്. വനങ്ങളിലേക്ക് രക്ഷപ്പെടുക, രണ്ടാമതായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഉൽപാദനം വർദ്ധിപ്പിക്കാനായി സ്ട്രാറ്റജീസ് ഫോർ ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ, ഉൽപാദനം വർദ്ധിപ്പിക്കാനായി അവർ ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്നാണ്. 1 കലപ്പയുടെ ഉപയോഗം, 2 നാറു പറിച്ച് നടൽ, ജലസേചനം എന്നിവയാണ്. കർഷകർ കലപ്പ ഉപയോഗിച്ചിരുന്നു. ഗംഗ, കാവേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ
ഈ കൃഷിരീതിയാണ് അതിവേഗം പ്രചാരം നേടുകയുണ്ടായി. ഫലഭൂഷ്ടമായ എക്കൽ മണ്ണാണ് അവിടെ ഉണ്ടായിരുന്നത്. മൺവെട്ടി കൊണ്ട് മണ്ണിളക്കിക്കൊണ്ടുള്ള ഒരു കൃഷിരീതി അവർ പിന്തുടർന്നു. ഗംഗാ സമതലത്തിൽ ഞാറ് പറിച്ചു നടൽ രീതി ഉപയോഗിച്ചു. ഇതിന്റെ ഫലമായി നെല്ലുൽപാദനം വർദ്ധിച്ചു. കുളങ്ങളും കിണറുകളും ജലസേചന സംഭരണികളും കനാലുകളും ഉപയോഗിച്ച് ജലസേചന മാർഗങ്ങൾ അവർ വികസിപ്പിച്ചു. രാജാക്കന്മാർ ഇക്കാര്യം ശിലാലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ചരിത്രകാരന്മാർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. രണ്ടാം നൂറ്റാണ്ടിൽ സംസ്കൃതത്തിൽ എഴുതിയ ഒരു ശിലാലിഖിതത്തിൽ നിന്ന് ഗുജറാത്തിലെ സുദർശന തടാകത്തെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. മൗര്യന്മാരുടെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. ശാകരാജാവായ രുദ്രദാമനാണ് ഇത് പുതുക്കി പണിതത്. കർഷകർക്കിടയിൽ വൻതോതിലുള്ള സാമൂഹ്യ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഭൂരഹിതരായ കർഷക തൊഴിലാളികൾ, ചെറുകിട കൃഷിക്കാർ, വൻകിട ഭൂ ഉടമകൾ എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ബുദ്ധമത ഗ്രന്ഥങ്ങളിലും പാലി ഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിൽ വ്യത്യസ്ത തലത്തിലുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സംഘകൃതികൾ സൂചിപ്പിക്കുന്നുണ്ട്. വൻകിട ഭൂ ഉടമകൾ അഥവാ വെള്ളാളർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. വെള്ളാളർ, വൻകിട ഭൂ ഉടമകളെയാണ് വെള്ളാളർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉഴവുകാർ, അടിമകൾ തുടങ്ങിയവരെല്ലാം സമൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പൊ സ്ട്രാറ്റജീസ് ഫോർ ഇൻക്രീസിങ് പ്രൊഡക്ഷനിലാണ് ഈ ഭാഗങ്ങളെല്ലാം വരുന്നത്. ഇനി ഗുപ്ത കാലഘട്ടത്തിലെ ലാൻഡ് ഗ്രാൻസിനെ കുറിച്ചാണ്. ഭൂദാനത്തെ കുറിച്ച് ആദ്യ നൂറ്റാണ്ടിൽ ഭൂമി ദാനമായി നൽകുന്ന ഒരു സമ്പ്രദായം ആരംഭിച്ചിരുന്നു. കൊത്തുലിഖിതങ്ങളിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കല്ലിലും ചെമ്പുതകിടിലുമുള്ള ലിഖിതത്തിൽ നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മതസ്ഥാപനങ്ങൾക്കും ബ്രാഹ്മണർക്കുമായിരുന്നു ഭൂമി ദാനം നൽകിയിരുന്നത്. ഡക്കാനിലെ ശതവാഹന രാജാക്കന്മാരുടെ കാലത്താണ് ഭൂദാനത്തിന്റെ ഉത്ഭവം എന്ന് കരുതപ്പെടുന്നു. ബുദ്ധ സന്യാസിമാർക്കും ബ്രാഹ്മണർക്കും ഗ്രാമങ്ങൾ ദാനം ചെയ്തിരുന്നു. ഗുപ്തന്മാർ ഈ സമ്പ്രദായം തുടർന്നു പോന്നു. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ മകളായ പ്രഭാവതി ഗുപ്ത ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്തതായി പരാമർശിക്കുന്ന ഒരു ലിഖിതം കണ്ടുകിട്ടിയിട്ടുണ്ട്. ബ്രാഹ്മണർക്ക് ദാനമായി ലഭിച്ച ഭൂമിയെ അഗ്രഹാരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇവയെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. തുണ്ടുഭൂമി മുതൽ വിശാലമായ തരിശുഭൂമി വരെ ഭൂദാനത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇതിനെക്കുറിച്ച് ഡിഫറെന്റ് ഒപ്പീനിയനാണ് ഹിസ്റ്റോറിയൻസിന്റെ ഇടയിലുള്ളത്. ഭൂദാനത്തിലൂടെ കരുത്തരായ വ്യക്തികളുടെ പിന്തുണ നേടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് കരുതപ്പെടുന്നു. അതിമാനുഷികരായി കാണിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്തതെന്ന് ഉള്ള അഭിപ്രായമുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ ഒരു അധികാര പ്രകടനമായിരുന്നു എന്ന് വാദിക്കുന്ന ഹിസ്റ്റോറിയൻസും ഉണ്ട്. സിംപ്ലി സ്പീക്ക്, ഇത് രാഷ്ട്രവും കൃഷിക്കാരും തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമാക്കുകയുണ്ടായി എന്നതാണ്. ഇനി നഗരത്തിലെ ജനസംഖ്യയെ കുറിച്ചാണ്. വരേണ്യരും കൈവേലക്കാരും രാജാക്കന്മാരും ഭരണകർത്താക്കളും കോട്ട കെട്ടി തിരിച്ച നഗരങ്ങളിലാണ് താമസിച്ചിരുന്നത്. കരകൗശല വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ, തിളക്കമാർന്ന മൺപാത്രങ്ങൾ, തളികകൾ എന്നിവ കണ്ടുകിട്ടിയിട്ടുണ്ട്. സമ്പന്നർ ഉപയോഗിച്ച സ്വർണം, വെള്ളി, ചെമ്പ്, ഓട്, കളിമണ്ണ് എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങളും ഉപകരണങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട്. കച്ചവടക്കാരുടെ സംഘടനയായ ഗിൽഡുകളുടെ അഥവാ ശ്രേണികളെ കുറിച്ചുള്ള പരാമർശങ്ങളും കുത്തുലിഖിതങ്ങളിലുണ്ട്. അപ്പൊ കച്ചവടക്കാരുടെ സംഘടനയാണ് ഗിൽഡുകൾ. ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില ഗിൽഡുകൾ അതിശക്തമായിരുന്നു. ഇനി ട്രേഡിനെ കുറിച്ചാണ്. ഗുപ്ത കാലഘട്ടത്തിലെ ട്രേഡിനെ കുറിച്ച് എന്താ സബ് കോണ്ടിനെന്റ് ആൻഡ് ബിയോണ്ട്, രാജ്യത്തിനകത്തും പുറത്തുമുള്ള ട്രേഡിനെ കുറിച്ചാണ്. കര, നദി, കടൽ മാർഗമുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ വളരെ പുരോഗതി നേടിയിരുന്നു ഈ കാലഘട്ടത്തിൽ. BC 6th സെഞ്ചുറിയിൽ വിവിധ ദേശങ്ങളിലേക്ക്, മധ്യേഷ്യ പോലുള്ള സ്ഥലങ്ങളിലെ കരമാർഗമുള്ള കച്ചവടമാണ് നടന്നിരുന്നത്. കടൽമാർഗം ആഫ്രിക്ക, ചൈന, പടിഞ്ഞാറ് ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്നു. ഉപ്പ്, തുണി, ധാന്യം, ലോഹം, അയിരുകൾ, മരം, ഔഷധ ചെടികൾ എന്നിവ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിരുന്നു. കുരുമുളക്, സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവ റോമിലേക്ക് കൊണ്ടുപോയിരുന്നതായിട്ട് തെളിവുകളുണ്ട്. ഇനി നാണയങ്ങളെ കുറിച്ചാണ്. രാജാക്കന്മാരും നാണയങ്ങളും, കോയിൻസ് ആൻഡ് കിങ്സ്. നാണയങ്ങൾക്ക് പുരാവസ്തു പഠനത്തിൽ വളരെ വലിയ സ്ഥാനമാണ് ഉള്ളത്. പൗരാണിക ഇന്ത്യയുടെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിൽ പഴയകാല നാണയങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വിലപ്പെട്ടതാണ്. നാണയങ്ങളെ കുറിച്ചുള്ള പഠനം നാണയശാസ്ത്രം, ന്യൂമിസ്മാറ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ നാണയങ്ങളെ കുറിച്ചുള്ള പഠനം ആണ് ന്യൂമിസ്മാറ്റിക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്.
ആദ്യകാല നാണയങ്ങളിലൊന്നും ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരം നാണയങ്ങളാണ് മുദ്രാങ്കിത നാണയങ്ങൾ അല്ലെങ്കിൽ പഞ്ച് മാർക്കഡ് കോയിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിരവധി സൈറ്റുകളിൽ നിന്ന് അവ കണ്ടെത്തിയിട്ടുണ്ട്. പ്രാചീന ലോകത്തിലെ വ്യാപാര ശൃംഖലകളെ പറ്റി മനസ്സിലാക്കാൻ ഇവ സഹായിക്കുന്നു. നാണയങ്ങളിലെ അടയാളങ്ങൾ അക്കാലത്തെ രാജകുടുംബങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. രാജാക്കന്മാരാണ് ഈ നാണയങ്ങൾ ഭൂരിഭാഗം അടിച്ചിറക്കിയത്. ചിലത് വ്യാപാരികൾ അടിച്ചിറക്കി. ഇന്തോ ഗ്രീക്കുകാരാണ് രാജാക്കന്മാരുടെ പേരുകൾ ചിഹ്നങ്ങൾ പതിച്ച നാണയങ്ങൾ ആദ്യമായിട്ട് ഇറക്കിയത്. അപ്പോ ഇന്തോ ഗ്രീക്കുകാരാണ് രാജാക്കന്മാരുടെ പേരുകളും ചിഹ്നങ്ങളും പതിച്ച നാണയങ്ങൾ ആദ്യമായി ഇറക്കിയത്. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ കുഷാന രാജാക്കന്മാരാണ് ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ ഇറക്കിയത്. റിപ്പീറ്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ ഇറക്കിയത് ആരാണ്? കുഷാന രാജാക്കന്മാരാണ്. മധ്യേഷ്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിലെ സൈറ്റുകളിൽ നിന്നും ഇവ കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണ നാണയങ്ങളുടെ വ്യാപകമായ ഉപയോഗം ഇടപാടുകളുടെ കൈമാറ്റങ്ങളുടെയും ഉയർന്ന മൂല്യത്തെ കാണിക്കുന്നു. കൂടാതെ വ്യാപാര ബന്ധങ്ങൾ രാജ്യാതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല എന്നും ഇവ വ്യക്തമാക്കുന്നു. റോമ സാമ്രാജ്യവുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതായിട്ട് ചില നാണയങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഗോത്ര റിപ്പബ്ലിക്കുകൾ പുറത്തിറക്കിയ ചെമ്പു നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ അവർക്കുള്ള പ്രാധാന്യമാണ് ഈ നാണയങ്ങൾ കാണിക്കുന്നത്. ഏറ്റവും ആകർഷകമായ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് ഗുപ്ത രാജാക്കന്മാരാണ്. അപ്പോൾ വിദൂര രാജ്യങ്ങളുമായുള്ള കച്ചവട സുഗമമാക്കാൻ ഈ നാണയങ്ങൾ സഹായിച്ചു. ആറാം നൂറ്റാണ്ട് മുതൽ സ്വർണ്ണ നാണയങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇത് സാമ്പത്തിക പ്രതിസന്ധിയുടെ സൂചനയായിട്ടാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. പശ്ചിമ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയിൽ വ്യാപാരത്തെ വ്യാപിച്ചതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ കുറച്ച് നാണയങ്ങൾ മാത്രമേ ഹിസ്റ്റോറിയൻസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കൊത്ത് ലിഖിതങ്ങളെ കുറിച്ചാണ്. നെക്സ്റ്റ്, ഇൻസ്ക്രിപ്ഷൻസ്. ഹൗ ആർ ഇൻസ്ക്രിപ്ഷൻസ് ഡെസിഫൈഡ്? കൊത്ത് ലിഖിതങ്ങൾ എങ്ങനെയാണ് വായിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ്. കല്ലുകൾ, ലോഹങ്ങൾ, പാത്രങ്ങൾ എന്നിവയുടെ പരുക്കൻ പ്രതലത്തിൽ കൊത്തിയിട്ടുള്ള ലിഖിതങ്ങളാണ് ശിലാലിഖിതങ്ങൾ. രാജാക്കന്മാർ പുറത്തിറക്കുന്ന ഔദ്യോഗിക രേഖകൾ ആയിട്ടാണ് ഇതിനെ ഹിസ്റ്റോറിയൻസ് കണക്കാക്കുന്നത്. സ്തംഭങ്ങൾ, ഗുഹാഭിത്തികൾ, ചെമ്പുതകിടുകൾ, ശിലകൾ എന്നിവയിൽ പല ഭാഷകളിൽ അവ കൊത്തിയിരുന്നു. ഇത് പുറത്തിറക്കുന്നവരുടെ നേട്ടങ്ങൾ, പ്രവൃത്തികൾ, ആശയങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തുന്ന ഒരു രേഖയാണ്. രാജാക്കന്മാരുടെ വിജയം, അവരുടെ മതസ്ഥാപനങ്ങൾക്ക് ജനങ്ങൾ കൊടുത്ത സംഭാവനകൾ എന്നിവയെല്ലാം കുത്തുലിഖിതങ്ങളിൽ രേഖപ്പെടുത്തുന്നു. ഈ കുത്തുലിഖിതങ്ങൾ ഒരു സ്ഥിര രേഖകളാണ്. ചിലതിൽ തീയതികൾ കാണാം, മറ്റുള്ളവ പുരാവസ്തു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നു. പലതും പ്രാകൃത ഭാഷയിലും പാലി ഭാഷയിലും സംസ്കൃതത്തിലും തമിഴിലും എല്ലാമാണ് എഴുതിയിട്ടുള്ളത്. ഇനി ബ്രഹ്മി ലിപി എങ്ങനെയാണ് വായിച്ചത് എന്നാണ്. ഡെസിഫറിംഗ് ദ ബ്രഹ്മി. 19-ാം നൂറ്റാണ്ടിന് തുടക്കം തൊട്ട് നിരവധി യൂറോപ്യൻ പണ്ഡിതന്മാർ ഇന്ത്യൻ ചരിത്രകാരന്മാരുടെ സഹായത്തോടു കൂടി ബ്രഹ്മി ലിപി വായിച്ചെടുക്കാൻ ശ്രമം തുടങ്ങി. ആദ്യകാല പണ്ഡിതന്മാർ അത് സംസ്കൃതമാണെന്ന് ധരിച്ചെങ്കിൽ അത് എഴുതിയത് പ്രാകൃത ഭാഷയിലാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. ജെയിംസ് പ്രിൻസപ്പാണ് അശോക ശാസനത്തിലെ ബ്രഹ്മി ലിപി ആദ്യമായിട്ട് വായിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായ ജെയിംസ് പ്രിൻസപ്പാണ് ഈ ലിപി ആദ്യമായിട്ട് വായിച്ചത്. ഖരോഷ്ടി ലിപി എങ്ങനെയാണ് വായിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ലിഖിതങ്ങളെല്ലാം ഖരോഷ്ടി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇന്തോ ഗ്രീക്ക് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ അവരുടെ പേരുകൾ ഖരോഷ്ടി ലിപിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പരിചയ ലിപി വായിക്കാൻ സഹായകമായി. ഗ്രീക്ക് ഖരോഷ്ടി ലിപികൾ അറിയാവുന്ന യൂറോപ്പിലെ പണ്ഡിതന്മാർക്ക് ഈ ലിഖിതത്തിലെ അടയാളങ്ങൾ എളുപ്പത്തിൽ വായിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഖരോഷ്ടി ലിപി വായിച്ചിട്ടുള്ളത്. ഇനി ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഫ്രം ഇൻസ്ക്രിപ്ഷൻസ്. ശിലാശാസനങ്ങളിൽ നിന്നുള്ള അശോകന്റെ ശാസനങ്ങളിൽ അശോകൻ എന്ന പേര് സൂചിപ്പിക്കുന്നില്ല. അപ്പൊ ശിലാശാസനങ്ങളിൽ നിന്നുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസിനെ കുറിച്ചാണ്. അപ്പൊ അശോകന്റെ ശിലാശാസനങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്നില്ല, പകരം ദേവാനപ്രിയ, പ്രിയദർശി എന്നീ സ്ഥാനപ്പേരുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ദേവാനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവർത്തിയാണ് അശോകൻ.
മറ്റു ചില കൊത്തുലിഖിതങ്ങളിൽ അശോകന്റെ സ്ഥാനപ്പേരും കുത്തിയിട്ടുണ്ട്. സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ അശോക ശിലാരേഖകൾ ചരിത്രകാരന്മാർ അവയുടെ ഉള്ളടക്ക, ശൈലി, ഭാഷ എന്നിവയെല്ലാം ഒരേപോലെയെന്ന് കണ്ടെത്തി. അപ്പൊ ഈ ലിഖിതങ്ങൾ താരതമ്യം ചെയ്തിട്ടാണ് അശോക ശാസനങ്ങളിലെ കാലയളവും പേരുകളും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്. നെക്സ്റ്റ്, ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ്. അപ്പൊ ഇൻസ്ക്രിപ്ഷന്റെ പരിമിതികളെ കുറിച്ചാണ്. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ദ ലിമിറ്റേഷൻ ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. ചില അക്ഷരങ്ങൾ മങ്ങിയ നിലയിലാണ്. അപ്പൊ ഇൻസ്ക്രിപ്ഷനിലുള്ള ലിഖിതങ്ങളിലുള്ള ചില അക്ഷരങ്ങൾ മങ്ങിയ നിലയിലാണ്. അതിന്റെ ലിമിറ്റേഷൻസ് ആണ് കേട്ടോ പറയുന്നത്. ചില അക്ഷരങ്ങൾ മാഞ്ഞു പോവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് വാക്കുകളുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമാണ്. ശിലാലിഖിതത്തിൽ കൊടുത്തുള്ള വാക്കുകളുടെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആയിരക്കണക്കിന് കൊത്തുലിഖിതങ്ങൾ ചിലത് മാത്രമാണ് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില ലിഖിതങ്ങൾക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിയാതെ അവ നശിച്ചു പോയിട്ടുണ്ട്. നിരവധി കൊത്തുലിഖിതങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. സാമ്പത്തിക, രാഷ്ട്രീയ കാര്യങ്ങളും കാർഷിക സമ്പ്രദായങ്ങളും സാധാരണക്കാരുടെ ജീവിതവുമെന്നും ഇതിൽ പരാമർശിച്ചിട്ടില്ല. ലിഖിതങ്ങളിലൊന്നും സാധാരണക്കാരുടെ ജീവിതങ്ങൾ പരാമർശിച്ചിട്ടില്ല. ഇത് വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഈ ചാപ്റ്ററിന്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ആൻസറുകൾ ഈ വീഡിയോയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് മൗര്യ ഡൈനാസ്റ്റി, മഹാജനപദ, ലിമിറ്റേഷൻസ് ഓഫ് ദ ഇൻസ്ക്രിപ്ഷൻസ്, കൂടാതെ ഫീച്ചേഴ്സ് ഓഫ് ദ മഹാജനപദ, മൗര്യൻ ഗവൺമെന്റ്, ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മൗര്യസ്. അപ്പൊ ഹിസ്റ്റോറിയൻസ് കൺസിഡർ ദ 6th century BC ഈസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ദ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ഓൾ ദി ബെസ്റ്റ്.